അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെയും സുഖമാണ്. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ട് മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തയക്കാൻ പറ്റിയ ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പറഞ്ഞാൽ അവർ കഴിച്ചിട്ടും വന്നോളും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതിൽ ഒട്ടും കുഴഞ്ഞു പോകാതെ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാണ്. അതിന് ഞാൻ ആദ്യം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ല ചോറ് കട്ടിയുള്ളൊരു ചട്ടിയാണ്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നല്ല പൊട്ടിയതിന് ശേഷം ഒരു വലിയ ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. വലിയ ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തുണ്ട് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് 4 കീറിയതാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക, ഇല്ലെങ്കിൽ എരിവില്ലാത്ത പച്ചമുളക് ഇടുക. പിന്നെ ഞാനതിലേക്ക് ഒരു ക്യാരറ്റ് നല്ലപോലെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. അത് പൊടിയായി അരിഞ്ഞിട്ട് അത് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തവർ നല്ലപോലെ കഴിച്ചിട്ട് വന്നോളൂ കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് നിലക്കടല കപ്പലാണ്ടി എന്നൊക്കെ പറയില്ല, അതാണ്. വറുത്തതാണെങ്കിൽ ഈ സമയത്തിടുക, വറുക്കാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഇട്ടാൽ മതി. ഞാനിത് വറുക്കാത്തത് തന്നെയാണ്, ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാനതിൽ വേവിച്ചെടുക്കുന്നത്. അതവിടെ നല്ലപോലെ ഒന്ന് കടലൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോഴേക്കും നമുക്കിത് ഞാനിത് ഈ സേമിയയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 2 പാക്കറ്റ് സേമിയാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ നല്ലപോലെ ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുത്തില്ല, ഒരു മീഡിയം സൈസിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കടലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ്. ഞാനിത് ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം 1 പാക്കറ്റ് സേമിയക്ക് കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഗ്ലാസ് ഇല്ലെങ്കിൽ എന്താ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കിപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇനി അതോടെ മൂടി വയ്ക്കാൻ കേട്ടോ. അത് തിളക്കട്ടെ നല്ലപോലെ. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ് അധിക വീട്ടുകളിലും ഉണ്ടാവും. 4 ഗ്ലാസ് എന്നൊക്കെ പണ്ടത്തെ ഗ്ലാസ്സുകളാണ്. ഇതിനൊരു ഗ്ലാസ് ആയാലും 1 പാക്കറ്റ് സേമിയക്ക് മതി കേട്ടോ. 2 പാക്കറ്റ് സേമിയ ഉണ്ടാക്കുമ്പോൾ 2 ഗ്ലാസ് ഒഴിക്കുക. ഇത് രണ്ടും ഒരേ അളവാണ് കേട്ടോ ഗ്ലാസ്. ഇനിയിപ്പോൾ ഈ ഗ്ലാസ് ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ ചായ കുടിക്കുന്ന ഗ്ലാസ് എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ്സിനാണെങ്കിൽ 1.5 ഗ്ലാസ് ഒഴിക്കുക. 1.5 ഗ്ലാസ് വെള്ളം 1 പാക്കറ്റ് സേമിയക്ക്. ഇനി അതും ഇല്ലെങ്കിൽ അതുപോലത്തെ ചായ കുടിക്കുന്ന ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് വെള്ളം 1 പാക്കറ്റ് സേമിയക്ക്. ഇതിലാണ് ഒഴിക്കണമെന്ന് വെച്ചാൽ 2 പാക്കറ്റ് സേമിയക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. സ്റ്റീൽ ഗ്ലാസ്സിന് ഒഴിക്കണമെന്ന് വെച്ചാൽ 3 ഗ്ലാസ് വെള്ളം 2 പാക്കറ്റ് സേമിയക്ക് ഒഴിക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അത് നല്ലപോലെ വെന്തിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാനത് സേമിയ കൊട്ടിയിട്ടുണ്ട്. സേമിയ കൊട്ടിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ നല്ല ഹൈ ഫ്ലെയിമിലായിരുന്നു. ഞാൻ സേമിയ കൊട്ടിയതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്, സിമ്മിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓരോ സൈഡ് ഇങ്ങനെ പതുക്കെ മറിച്ചെടുക്കുക. ഫുള്ളാക്കി ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് അതിൻ്റെ വെള്ളം പറ്റും, സേമിയയിട്ട് വേകില്ല. അപ്പോൾ അതുകൊണ്ട് സിമ്മിലാക്കിയിട്ട് ഇതേപോലെ മിക്സാക്കി കൊടുക്കുക. അറിയണവരും ഉണ്ടാകുമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് റെസിപ്പി ഷെയർ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒന്നും ഇപ്പോൾ അറിയില്ലല്ലോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത്. അതുപോലെ പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം അതങ്ങനെ അടിമറിച്ചെടുക്കുക. അപ്പോൾ സേമിയ എല്ലാ ഭാഗവും നനഞ്ഞ് കിട്ടും കേട്ടോ. എല്ലാ ഭാഗം നനഞ്ഞെന്ന് ഉറപ്പായാൽ പിന്നെ അത് മൂടി വയ്ക്കുക. 2 മിനിറ്റ് സിമ്മിൽ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അത് കുക്കാവും. കുക്കായതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക, തുറക്കരുത്. പിന്നെ 5 മിനിറ്റും കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് മിക്സാക്കി എടുക്കുക. നല്ല അടിപൊളി ഉപ്പുമാവാണ്. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി. ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കും.
ഇൻഷാ അല്ലാ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. അടുത്തത് നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാ ഭാഗവും നല്ല പോലെ മിക്സ് ആക്കണം കേട്ടോ. സേമിയ എല്ലാ ഭാഗവും നനയണം. എന്നാലാണ് നല്ല കറക്റ്റായിട്ട് ഒന്നുമേലൊന്നും വിട്ടാണ്ട് നല്ല കുഴഞ്ഞു പോകാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല ഉപ്പുമാവ് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടും പോലെ ഒന്നിങ്ങനെ ആക്കിയതിന് ശേഷം മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ, തുറക്കാതെ. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് നല്ലപോലെ മിക്സാക്കുക. ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഉപ്പുമാവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഈ ഫീൽഡിലൊക്കെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. നല്ല അടിപൊളി ഉപ്പുമാവാണ്. ഇതിനെക്കുറിച്ചുള്ള എന്ത് നിങ്ങളുടെ കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക, നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ. അപ്പോൾ ശരി, ഓക്കെ ബൈ. ഇത്ര നേരം വീഡിയോ കണ്ട് എല്ലാവരിനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബൈ.